UDF-നുള്ള 4 വോട്ടുകളിലാണ്. കൊയിലാണ്ടിയിൽ കെ.ദാസൻ 60 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുകയാണ്. 46, 62 8 സീറ്റുകൾ പിടിച്ചു കഴിഞ്ഞാൽ ഇനി കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തും. NDA വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ നിയമത്തിൽ 2016 അവർ അക്കൗണ്ട് തുറന്നു, 2021 അവരുടെ അക്കൗണ്ട് പൂട്ടി. ഇതാ 3 സീറ്റിലേക്ക്. ഇത് പാലക്കാട് ഒരുപക്ഷെ ഓർക്കുക, പാലക്കാട് മുനിസിപ്പാലിറ്റിയാണ് ആദ്യം എണ്ണി തുടങ്ങുന്നത്. അത് BJP-യുടെ ശക്തി കേന്ദ്രങ്ങളാണ്. അവിടെ സ്വാഭാവികമായിട്ടും അവിടെ NDA തന്നെ മുന്നിൽ വരാനാണ് സാധ്യത. പക്ഷേ ഇത്തവണ 3 സീറ്റ് തന്നെ ഇപ്പോൾ NDA നിൽക്കുന്നു. UDF 62 3 സീറ്റ് എന്ന് പറയുന്ന അവരെ സംബന്ധിച്ച് ഭരണം കിട്ടിയ ഒരു സന്തോഷം തന്നെയാണ്. 3 സീറ്റുകളിലാണ് ഇപ്പോൾ ലീഡ് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. അത് എവിടേക്കാണ്? മഞ്ചേശ്വരത്ത്, പാലക്കാട്, അതേപോലെ ഒപ്പം തന്നെ കഴക്കൂട്ടത്ത് വി മുരളീധരൻ. 3 മണ്ഡലങ്ങളാണ് ലീഡ് പിടിച്ചിരിക്കുന്നത്. 48ലേക്ക് LDF പോയിരിക്കുന്നു. 62 സീറ്റുകൾ ലീഡ് തുടരുകയാണ് UDF. കോന്നി KU ജനീഷ് കുമാർ അവിടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. കോന്നി KU ജനീഷ് കുമാർ മുന്നിൽ നിൽക്കുന്നു എന്നൊരു വാർത്ത അവിടെ വരുന്നുണ്ട്. കോന്നി അവിടെ വർഷങ്ങളായിട്ട് LDF തന്നെയാണ്. നമുക്കറിയാം വോട്ടുകൾക്ക് മുന്നിലാണ്. ഒരുപക്ഷെ ഇവിടെ വിജയം ഉറപ്പിച്ച് UDF-ന് വിജയം വേണം എന്ന് പറയുന്ന മണ്ഡലമായിരുന്നു പഴംകുളം മധു. അതെ, റാന്നി വളരെ പ്രധാനപ്പെട്ടതാണ്. വർഷങ്ങളായിട്ട് LDF-ന്റെ കോട്ടയാണ്. നമുക്ക് രാജു അബ്രാഹം, അതിനുശേഷം പ്രമോദ് നാരായൺ ഒക്കെ. എറണാകുളം അത് പ്രതീക്ഷ തന്നെയാണ്. TJ വിനോദ് അവിടെ മുന്നിൽ നിൽക്കുന്നു. അങ്കമാലി റോജി എം ജോൺ. അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ 54 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. ഇതാ 66ലേക്ക് ടാലി എത്തിച്ചിരിക്കുന്നു UDF. 4 സീറ്റ് കൂടി നേടിക്കഴിഞ്ഞാൽ 46, UDF 66, NDA 3 മുന്നേറ്റം തുടരുന്നത്. 46 സീറ്റുകളാണ് LDF മുന്നേറ്റം തുടരുന്നത്. 66 സീറ്റുകളാണ് UDF മുന്നേറ്റം തുടരുന്നത്. 3 സീറ്റുകളിലാണ് NDA മുന്നേറ്റം തുടരുന്നത്. ഇപ്പോൾ ശശീന്ദ്രന്റെ ലീഡ് കുറച്ച് പോയിട്ടുണ്ടായിരുന്നു, തിരിച്ചു വന്നിരിക്കുന്നു. ആലുവയിൽ അൻവർ സാദത്ത് മുന്നിൽ. ഇതാ UDF 67, LDF 46, NDA 3. അപ്പോൾ ഭരണം ഉറപ്പിച്ച ഒരു മുന്നേറ്റം തന്നെ അവിടെ കാഴ്ചവെക്കുന്നു. മൂവാറ്റുപുഴയിൽ UDF മുന്നിൽ, കോതമംഗലത്ത് UDF മുന്നിൽ, ഷിബു തെക്കുമുറ മുന്നിൽ, ദേവികുടത്ത് LDF മുന്നിൽ എന്നൊരു വാർത്ത വരുന്നുണ്ട്. അവിടെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം നടന്നിരിക്കുന്നു. ഉടുമ്പൻചോലയിൽ ആര്യാടൻ ചൗക്കത്ത്, അമ്പലപ്പുഴ UDF, കുട്ടനാട് UDF, ഹരിപ്പാട് UDF, ഒപ്പം തന്നെ കായംകുളം UDF, തിരുവല്ല UDF, റാന്നി UDF, വട്ടിയൂർക്കാവ് വോട്ടുകൾക്ക് മുൻപ്. കേരളം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന മണ്ഡലം തന്നെയാണ് VK പ്രശാന്ത് ഉള്ളത്. ലഭിച്ചിരിക്കുകയാണ്. G സുധാകരൻ അമ്പലപ്പുഴയിൽ. അപ്പോൾ പത്തനംതിട്ട ഓർക്ക് കഴിഞ്ഞ 0 സീറ്റ് മാത്രമാണ് UDF-ന് ലഭിച്ചത്. ഇത്തവണ അവർക്ക് അടൂര് ലഭിക്കുന്നു, അവിടെ റാന്നി ലഭിക്കുന്നു, തിരുവല്ല ലഭിക്കുന്നു. അവിടങ്ങളിലെല്ലാം മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കും. ഇപ്പോൾ 67 എന്നുള്ളത് UDF-ന്റെ 65ലേക്ക് മാറിയിരിക്കുന്നു. പേരാമ്പ്രയാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. 1970-കൾ മുതൽ അവിടെ ജയിച്ചു വരുന്ന LDF സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ഇതാ ഫാത്തിമ തഹ്ലിയ അവിടെ മുന്നിലാണ് എന്നൊരു വാർത്ത അവിടെ വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പല ചോദ്യങ്ങൾക്കും LDF ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. മാണി സി കാപ്പൻ പാലായിൽ മുന്നിൽ, UDF സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ പാലായിൽ മുന്നിൽ. ഹരിപ്പാട് രമേശ് ചെന്നിത്തല 58 വോട്ടുകൾക്കാണ് മുന്നിൽ. ഇതാ UDF-ന്റെ ആ ലീഡ് അല്പം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. 63 സീറ്റിലേക്ക് എത്തിയിരിക്കുന്നു. വീണ്ടും 62ലേക്ക് എത്തിയിരിക്കുന്നു. LDF 51ലേക്ക് ഉയർത്തിയിരിക്കുന്നു. ഇത് വലിയൊരു ഫോട്ടോ ഫിനിഷിലേക്ക് പോകുന്നു. LDF 52ലേക്ക് മാറിയിരിക്കുന്നു. UDF 61ലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ ഒപ്പം തന്നെ ഉണ്ട്, വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നത്. പറഞ്ഞതുപോലെ ഒരു 100ന്റെ കൊടുങ്കാറ്റ് എന്ന് പറയാൻ അടൂരിൽ 116 വോട്ടുകൾക്ക്. തവനൂരിൽ KT ജലീൽ ലീഡ് തിരിച്ചു വിളിച്ചിരിക്കുന്നു. തവനൂരിൽ KT ജലീൽ ലീഡ് തിരിച്ചു വിളിച്ചിരിക്കുന്നു. കൽപ്പറ്റ T സിദ്ദിഖ് നോക്കേണ്ട ആവശ്യമില്ല. 342 വോട്ട്. ഇതാ UDF വീണ്ടും ലീഡ് ഉയർത്തുന്നു. 64 വോട്ട്. ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കും. ഓർക്കുക, 8:23 ആയിട്ടുള്ളൂ. ഔദ്യോഗിക വിവരപ്രകാരം ഈ പറയുന്ന EVM വോട്ടുകൾ എണ്ണി തുടങ്ങുന്നതേ ഉള്ളൂ. കാസർഗോഡ് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ. കാസർഗോഡ് BJP അശ്വിനി മുന്നിൽ. കാസർഗോഡ് നമ്മളാരും ശ്രദ്ധിക്കാതെ പോയ മണ്ഡലമായിരുന്നു. പക്ഷേ NDAക്ക് ശക്തമായ പോരാട്ടം തന്നെ. അശ്വിനി 64 വോട്ടുകൾക്കാണ് മുന്നിൽ. വണ്ടൂർ അനിൽകുമാർ. അങ്ങനെ തന്നെയായിരിക്കും. NDA ഇതാ 4 സീറ്റിലേക്ക് എത്തിയിരിക്കുന്നു. അത് അവർക്ക് നിലനിർത്താൻ സാധിക്കുമെങ്കിൽ ചരിത്രത്തിൽ എങ്ങും കാണാത്ത രീതിയിലുള്ള ശക്തമായിട്ടുള്ള പോരാട്ടം. തളിപ്പറമ്പ് PK ശ്യാമള അവിടെ മുന്നിലാണ്. K രാജൻ ഒല്ലൂര്, നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴും മുന്നോട്ട് നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു തന്നെയാണ്. ഒല്ലൂര് ആര് വിജയിക്കുന്നു അവർക്ക് ഭരണം എന്നൊക്കെ നമ്മൾ പറയുകയുണ്ടായി. ഒല്ലൂര് രാജേട്ടൻ എന്നാണ് പറയുക. പയ്യന്നൂർ TA മധുസൂദനൻ മുന്നിൽ. കാരണം കുഞ്ഞികൃഷ്ണനിലൂടെ അവിടെ ഒരു വിമത നീക്കമൊക്കെ. കൂത്തുപറമ്പ് PK പ്രവീൺ മുന്നിൽ. UDF ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, പക്ഷേ അവിടെ മുസ്ലിം ലീഗിന്റെ ജയന്തി രാജനായിരുന്നു അവിടെ മത്സരിച്ചത്. PK പ്രവീണാണ് 36 വോട്ടുകൾക്ക് കൂത്തുപറമ്പ് മുന്നിൽ നിൽക്കുന്നു. പിറവ, മൂവാറ്റുപുഴ, കോതമംഗലം, ദേവികുളം, തൃശൂർ അവിടെയൊക്കെ UDF ആണ് മുന്നിൽ. പീരുമേട് UDF മുന്നിൽ, പാല UDF മുന്നിൽ, കടുത്തുരുത്തി UDF മുന്നിൽ, ഏറ്റുമാനൂർ UDF മുന്നിൽ, കോട്ടയം UDF മുന്നിൽ, പുതുപ്പള്ളി UDF മുന്നിൽ.
ധർമ്മടം LDF മുന്നിൽ, ചങ്ങനാശ്ശേരി UDF മുന്നിൽ, കാഞ്ഞിരപ്പള്ളി LDF, പൂഞ്ഞാറ് UDF, അരൂര് UDF, ചേർത്തല LDF, ആലപ്പുഴ LDF, അമ്പലപ്പുഴ UDF, കുട്ടനാട് LDF, ഹരിപ്പാട് UDF, കായംകുളം UDF, മാവേലിക്കര LDF, ചെങ്ങന്നൂർ LDF, തിരുവല്ല UDF, റാന്നി അവിടെ UDF 65 എത്തിയിരിക്കുന്നു. 58-65 ഒട്ടും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് ഹാട്രിക് അടിക്കാൻ ഹാട്രിക്കിലേക്ക് തന്നെയായിരിക്കും ഞാൻ നീങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് LDF തൊട്ടു പിന്നിൽ തന്നെയുണ്ട്.